साहब जी। देवन, എന്തായത്? എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം അന്ന് നായരെ ഏൽപ്പിച്ചത്. ഇത് തിരിച്ചു തരാൻ വന്നതാണ്. बेटा, तुम्हें निमी ने बताया नहीं कि मैंने सब गलत और काले धंधे छोड़ दिए? साहब जी, ഇത് അങ്ങയുടേതാണ്. बेटा, मुझे तुम पर नाज है. तुम एक सच्चे, ईमानदार और वफादार इंसान हो. इसीलिए तुम ये दौलत मुझे लौटाने आए हो. ये सब मैं तुम्हारे हवाले करता हूं. साहब जी, मेरी दुआएं हमेशा तुम्हारे साथ हैं. जाओ, मेरी नमाज का वक्त हो गया. ഉണ്ണികൃഷ്ണൻ അയച്ച എഴുത്തുകളാണ്. ദേവൻ മർച്ചന്റ് നേവിയിൽ പലയിടത്തായി ജോലി ചെയ്യുന്നു ഞാൻ മറുപടി എഴുതിയിരുന്നു. അയച്ച കാശ് വീടിന്റെ കടം വീട്ടാൻ പോലും തികഞ്ഞില്ല. അയച്ച കാശോ? ആരയച്ചു? കരിസാബോ? അല്ല, അദ്ദേഹം മുഴുവൻ സ്വത്തുക്കളും ഏതോ ധർമ്മസ്ഥാപനത്തിലേക്ക് എഴുതി കൊടുത്തു. എന്റെ കയ്യിലുണ്ടായിരുന്നു. 4 വർഷവും മുടങ്ങാതെ നീ നിമ്മി, നാട്ടിലെ എൻ്റെ അനുഭവം വെച്ച് ഇവിടെ എനിക്ക് കിട്ടിയ ഈ സ്നേഹവും സഹായവും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എല്ലാം ഇങ്ങനെയൊക്കെ ആകുമെന്നും കരുതിയിരുന്നില്ല. ഇനി എനിക്ക് തിരിച്ചു പോകണം എൻ്റെ നാട്ടിലേക്ക്. അതിനു വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ടത്. വൃത്തികെട്ട വഴിക്കാണെങ്കിലും ഞാൻ സമ്പാദിച്ചത് എല്ലാം നിമ്മിക്കറിയാമല്ലോ. ദേവൻ എപ്പോഴാ തിരിക്കുന്നത്? നാളെ. അതിനു മുൻപ് എനിക്ക് ഹസനെ ഒന്ന് കാണണം. അയാൾ ഗൾഫിലാണ്. നമ്മുടെ കോണ്ടാക്ട്സ് വെച്ച് ഞാൻ അയച്ചു. അപ്പോൾ ഇനി അടുപ്പവും പരിചയമുള്ളവരിൽ ഇവിടെ നിമ്മി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ എങ്ങനെ നിന്നോട് യാത്ര പറയും? ഞാൻ പോയാൽ നീ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഇത്രയും നാൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ദേവന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ അതും കഴിഞ്ഞു. ഞാനിവിടെ ഉണ്ടാവും. ഓർമ്മിച്ചാൽ വല്ലപ്പോഴും ഒരു എഴുത്ത് എഴുതണം. I'll be happy. ഇത്ര നാളും എന്നെ മാത്രം ഓർമ്മിച്ചിരുന്ന നിന്നെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റും? ഞാനത് ചോദിക്കട്ടെ, വരുന്നോ എൻ്റെ കൂടെ എൻ്റെ ഇല്ലത്തേക്ക്? ദൈവനാരായണൻ നമ്പൂതിരിയുടെ വേളിയായിട്ട് പേര് മാറ്റി നിർമ്മല അന്തർജനം എന്നാക്കട്ടെ. വരുന്നോ? വരണം, വരണം. Excuse me. I am Devan from Bombay. I have a reservation. Yes, room ready ആണ് sir. പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ നിമ്മി എൻ്റെ വീട്ടുകാർ എങ്ങനെ സ്വീകരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ തനിച്ചൊന്ന്. I can understand. വേഗം വരാം.
അമ്മേ, അച്ഛാ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ശരീരം മാത്രമേ തറന്നിട്ടുള്ളൂ, മനസ്സും ബുദ്ധിയും മരവിച്ചിട്ടില്ല. ഈ പടി കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛാ, സമാധാനമായിട്ട് മരിക്കാൻ എന്നെ അനുവദിക്കില്ലേ നീ? അപ്പോളെ സുഭദ്രയും താത്രക്കുട്ടിയൊക്കെ ഇവിടെ? എന്തിനാണ് അന്വേഷിക്കുന്നത്? എന്ത് ബന്ധമാണ് നിനക്ക് അവരുമായിട്ട്? ഇത്രയും കാലം എവിടെയായിരുന്നു നീ? വയ്യാണ്ടായ അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും വിട്ട് നീ സർക്കിട്ടിന് പോയില്ലേ? അമ്മേ, ഞാൻ ഉണ്ണികൃഷ്ണനെ... ഒന്നും പറയണ്ട. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ? ഇറങ്ങി പൊയ്ക്കോളൂ അവിടുന്ന്. അമ്മേ, ഞാൻ പറയുന്നത്... വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പലപ്പോഴും അച്ഛൻ നിന്നെ ശപിക്കുമ്പോൾ മനസ്സ് കൊണ്ടവളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ബോധ്യായി, ഈ കുടുംബത്തിന്റെ ശാപമാണ് നീ. ഇനി നിന്നെ കൊണ്ട് ഇവിടെ ആർക്കും ഒരാവശ്യമില്ല. പൊയ്ക്കോളൂ, ഇറങ്ങി പോകാൻ, ഇറങ്ങി പോകാൻ, ഇറങ്ങി പോകാൻ. വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്. തൊഴിലാളിക്യം സിന്ദാബാദ്, തൊഴിലാളിക്യം സിന്ദാബാദ്, തൊഴിലാളിക്യം സിന്ദാബാദ്, തൊഴിലാളിക്യം സിന്ദാബാദ്. സഖാവ് കരുണൻ സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്. നമ്മളോട് മാറാൻ പറഞ്ഞു. ആ മുറിയിൽ വേറെ ആരോ വരുന്നുണ്ടത്ര. ക്ഷമിക്കണം സാർ, ആ VIP റൂം ആയിരുന്നു സാറിന് തന്നത്. അപ്പോഴാണ് ആ യോഗ്യന്റെ വരവ്. ആരെ? ആ സഖാവ് കരണൻ കണ്ട ചെറുമച്ചാളെ കിടന്നവനാ. ഇപ്പൊ അവന് AC റൂമിൽ കിടന്നാലേ ഉറക്കം വരൂ. അവനെപ്പോഴാരാ? സാറിന് അറിയോ ആളെ? അയ്യോ, അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ക്ഷമിക്കണം സാർ. അദ്ദേഹം ഇപ്പൊ ഭരണകക്ഷിയുടെ വലിയ ആളാ. അധികാരം കയ്യിൽ കിട്ടിയെന്ന് കരുതി നിങ്ങൾ തെരുവിൽ കൂത്താടാൻ തുടങ്ങിയാൽ നമുക്ക് കയറിയത് പോലെ തന്നെ ഇറങ്ങേണ്ടി വരും. ഇതൊരുവിധം ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. മേലിൽ ഇത്തരം തമ്മാടിത്തരങ്ങൾ ആവർത്തിക്കരുത്. ബാക്കി കാര്യം കുട്ടികൃഷ്ണൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. മറ്റുള്ളവർ പോയിക്കോളൂ. ആരിത്? ദേവനോ? താൻ ഇവിടെ? ഞാൻ ഈ മുറിയിലായിരുന്നു. VIP വന്നപ്പോ അപ്പുറത്തേക്ക് മാറി. നോ നോ, തന്നെ കണ്ടിട്ട് എത്ര നാളായിടോ? നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം. എനിക്ക് ചെറിയൊരു പ്രശ്നം തീർക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. രാഷ്ട്രീയക്കാരെ പറ്റി പൊതുജനങ്ങൾക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. ഏവൻ എന്നെ അങ്ങനെ കണക്കാക്കരുത്. ഇല്ല, ഉള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാതെ തന്റെ പാർട്ടിയിലേക്ക് എവിടുന്ന കാശ്? തറവാട്ട് മുതലെടുത്ത് ചെലവാക്കാൻ തന്റെ കാശില്ലല്ലോ. ജനാധിപത്യമല്ലേ, ചെലവുണ്ടാകും. ഇതാ വാങ്ങിക്കേ. വലത്തെ കൈ കൊണ്ട് വാങ്ങിക്കേ. ഓക്കെ. ഇത് വെച്ച് തന്റെ സമുദായക്കാർ ഒരു പീഡിത സംഘമാണെന്ന് ഞാൻ വാദിച്ചാൽ ജനങ്ങളെന്നെ ഒറ്റപ്പെടുത്തും. കാരണം ഇന്ത്യയിലെ ഭൂവുടമകളും ജനപ്രതിനിധികളും ഭൂരിപക്ഷവും സവർണരാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ ദിവസവും അധകൃത വർഗത്തിൽപ്പെട്ടവരെയും ഹരിജനങ്ങളെയും മേൽജാതിക്കാർ കൂട്ടക്കൊല ചെയ്യുന്ന കാര്യം തനിക്കറിയാമോ? മനുഷ്യനെ തീയിലിട്ട് ചുടുക കൂടി ചെയ്യുന്നു. കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കണോടോ? അതിനാർക്കും പരാതിയില്ല. കുറ്റിന് വഴിയില്ലാത്തവരെ തേജോവധം ചെയ്യുന്ന ക്രൂരതയാണ് പൊറുക്കാനാവാത്തത്. ജന്മിത്ത് അവസാനിപ്പിച്ചിട്ട് കാർഷിക മുതലാളിത്തം വായിക്കുന്ന നിന്റെയൊക്കെ വിപ്ലവം. ഒരു വാദപ്രതിവാദത്തിന് എനിക്കിപ്പോ സമയമില്ല. വേണ്ട. കുടിയാനെന്നും പറഞ്ഞ് അറുമുഖൻ അന്യായമായി കൈവശപ്പെടുത്തിയ ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ താൻ എന്നെ സഹായിക്കുമോ? കടബാധ്യത പലിശയോടെ തീർത്തു കൊടുക്കാം. ആ കേസ് ഇപ്പോഴും കോടതി കിടക്കില്ലേ? അതെ. എന്നാൽ ഞാൻ ശ്രമിക്കാം. മറ്റൊരു കാര്യത്തിൽ കൂടി താൻ എന്നെ സഹായിക്കണം. അന്നത്തെ തിരുവാഭരണ മോഷണ കേസിൽ ഞാൻ ജയിലിൽ പോയ കാര്യം തനിക്കറിയാമല്ലോ. എന്നാൽ ഞാനതിൽ തികച്ചും നിരപരാധിയായിരുന്നു. പിന്നെ ആര്? ഞാൻ എടുക്കാത്ത ആഭരണത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിൽ നിന്ന് തൊണ്ടിയായി എടുത്തവർ തന്നെയാകും അതിന് പിന്നിൽ.
എന്ന് വെച്ചാൽ അർമുഖനും സംഘവും തന്നെ. ആ കേസ് ഒരിക്കൽ കൂടി അന്വേഷിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയൂ? യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ? ഒരു സ്നേഹിതനെന്ന നിലയിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. തീർച്ചയായും.